ഈ ചോക്ലേറ്റും മിഠായിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടത്. ഇത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ വിശ്വസിച്ചോളി, ഇത് ബ്രെഡ് കൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ സാധാരണ നമ്മൾ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കുമ്പം അതിൻ്റെ സൈഡ് ചില സമയത്തെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കൽ. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്, നമ്മൾക്കിതിൻ്റെ സൈഡ് ഭാഗമാണ് വേണ്ടത്. സെൻറ്റർ ഭാഗം എടുത്ത് വെച്ചോളി, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമല്ലോ. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ബ്രെഡായതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്, അപ്പം പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ ബ്രെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ആവി കയറ്റി ഒന്ന് സോഫ്റ്റ് ആക്കിയതിൻ്റെ ശേഷം യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആയി കിട്ടും കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഷോപ്പിൽ എന്ത് കൊണ്ട് വെച്ച ബ്രെഡാണെന്ന് അറിയില്ലല്ലോ, നമ്മൾ ഫ്രഷ് ബ്രെഡിനെ മാതിരി 2 ദിവസം കഴിയുമ്പോൾ ആ ബ്രെഡിന് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പോഴും നിങ്ങൾ ആവി കയറ്റി കഴിഞ്ഞാൽ ആ ഒരു പദം അതിനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവി കയറ്റി എടുത്തിട്ട് സോഫ്റ്റ് ആയതിന് ശേഷമാണ് ഇതിനുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പണിയില്ല, ഇതിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചുറ്റിയതിൻ്റെ ശേഷം നമ്മളെ കയ്യിലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്ക്യൂസോ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഈർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. എല്ലാ ലെയറും ഇതിലേക്ക് തട്ടുന്ന രീതിയിൽ കുത്തി കൊടുത്താൽ ഒരു ലോലിപോപ്പിൻ്റെ ലുക്ക് കിട്ടുമല്ലോ. ഇതേപോലെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ബ്രെഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ മറക്കരുത്, സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതേപോലെ റൗണ്ടിൽ കിട്ടൂല കേട്ടോ. കാരണം ഈ ഒരു മടക്കിലൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് പൊട്ടിപ്പോയാലും വേറൊരു സൈഡ് കൊണ്ട് ഇതേപോലെ ചുറ്റി കൊടുത്താലും മതി. ഇനി ഉള്ളിലെ വെള്ള പോർഷനോട് ചുറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാനത് ട്രയൽ നോക്കിയോണ്ട് കേട്ടോ, ഒരു 3 എണ്ണം. അങ്ങനെ സംഭവം ഇതിൻ്റെ ചുറ്റലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഒരു പാൻ എടുത്തിട്ട് ഒത്തിരി പഞ്ചസാര അതിലേക്ക് വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് കാരമലൈസായി ഉരുകി ഇങ്ങനെ വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് ഇതെല്ലായിടത്തും ഒന്നല്ല, പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കുക. ഈ ഒരു ബ്രെഡിൻ്റെ ലോലിപോപ്പ് അതിലിട്ടൊന്ന് ഡിപ്പ് ചെയ്യാനാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു പരീക്ഷണം ഇനിട്ടോ സക്സസ് ആയാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സംഗതി ഹിറ്റായപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഇത് കഴിച്ചപ്പോൾ എനിക്കെന്താ ഓർമ്മ എന്ന് അറിയോ, ഞാനൊക്കെ ചെറിയ കുട്ടിയാണ് സമയത്ത് ഒരു മിഠായി ഉണ്ടായിനി, ലാക്ടോ കിങ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളൊക്കെ കണ്ടുണ്ടാവും ആ മിഠായി. ഇനി അതോ ഇതിപ്പോഴും ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാനൊക്കെ അത് കഴിച്ചിട്ട് കുറേ ആയി. ആ ഒരു ലാക്ടോ കിങ്ങിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇതിനുണ്ടായിരുന്നത്. ഒരു മഞ്ഞമല്ലൊരു ബ്രൗൺ എഴുത്തൊക്കെ ഉള്ള ഒരു കവറിന് കേട്ടോ ആ മിഠായിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അങ്ങനെ ഒരു മിഠായി ഉണ്ടായിരുന്നത്? ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ സംഭവം അതിൻ്റെ ടേസ്റ്റ് ഇനി എന്തായാലും ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നാൽ പിന്നെ കാണാം. ബൈ.